കുറേയേറെ കമന്റ്സിന്റെയും റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിതാ നമ്മുടെ എ ലൈൻ ഫ്രോക്കിന്റെ വീഡിയോ ചെയ്യാണ്. ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് ചെയ്യുന്നത്. അതിന്റെ ഫുൾ മെഷർമെന്റ്സ് എടുത്ത് എനിക്ക് 47 ആയിരുന്നു വേണ്ടത്. ഞാനിപ്പോൾ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 48 എടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്ക് വിഡ്ത്ത് 3.5, നെക്ക് ഡെപ്ത് ബാക്കിൽ 5, ഫ്രണ്ടിൽ ഒരു 6.5 കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കാണ് ഇതിന് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 3.5 എടുത്തത് കേട്ടോ. നെക്ക് വിഡ്ത്ത്, നെക്ക് ഡെപ്തും എനിക്ക് കുറച്ച് ഇറക്കി തന്നെ വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ 6.5 എടുത്തു. ഞാനൊരു മീഡിയം സൈസ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ ഷോൾഡർ എൻ്റെ 6 നമ്മൾ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള അളവാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. ഫുള്ള് ഇത് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നതെന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഷോർട്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അത് നോക്കുക. അതിനുശേഷം ഞാൻ ആം ഹോൾ 6 എടുത്തു. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് നോക്കണം. അതിന് മുന്നേ നമ്മൾ ഈ അളവുകളൊക്കെ ഇപ്പുറത്തേക്ക് മാറല്ലേ അങ്ങനെയൊക്കെ കൺഫേം ചെയ്യണം കേട്ടോ. നമ്മൾ തെന്നി പോകരുത്. മുകളിൽ നിന്നുള്ള അളവും താഴെ നിന്നുള്ള അളവും സൈഡിലേക്കൊക്കെ കറക്റ്റ് തന്നെയല്ലേ, മുകളിൽ നിന്ന് എടുക്കുന്നത് തന്നെയല്ലേ താഴേക്ക് നമ്മൾ അളന്നെടുത്തപ്പോഴെന്നൊക്കെ നമ്മൾ റീചെക്ക് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മളുടെ ചെസ്റ്റ് അടയാളപ്പെടുത്തുക. അതൊക്കെ റീചെക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ചെസ്റ്റ് എത്രയാണോ വരുന്നത് അതിനോട് കൂടി 2 ഇഞ്ച് ആണ് നമ്മൾ തയ്യൽ തുമ്പ് ഇടുന്നത്. അപ്പോൾ ചെസ്റ്റ് 8.5 നമുക്ക് അളന്നിട്ട് കിട്ടിയത്. അതിനോട് കൂടി 2 ഇഞ്ച് കൂട്ടി 10.5 നമ്മൾ ചെസ്റ്റിന് അടയാളപ്പെടുത്തി. നമ്മളിത് അവിടെ അടയാളപ്പെടുത്തുമ്പോഴും നമ്മളിങ്ങനെ അളന്ന് നോക്കണം. അവിടെയും കറക്റ്റ് താഴത്തേക്ക് വന്നിരിക്കുന്നത് 6 തന്നെയല്ലേ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വരച്ചിടാൻ കേട്ടോ. അപ്പൊ അത് വരച്ചിട്ടതിന് ശേഷം നമ്മൾ ആക്ച്വൽ നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം മിഡ് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഷോൾഡറിൽ നിന്ന് ആം ഹോളിലേക്ക് വരുന്നതിന്റെ മിഡ് പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ബാക്കിലേക്കുള്ളതിന്റെ നമ്മളിപ്പോൾ കൈക്കുഴി വരയ്ക്കാൻ പോവാണ്. ബാക്കിലേക്ക് 1.5 ഇഞ്ചാണ് നമ്മൾ അവിടെ വരയ്ക്കേണ്ടത്. ടേപ്പ് പിടിച്ചിട്ട് ഫ്രണ്ടിലേക്കാണെങ്കിൽ 1 ഇഞ്ചും. അപ്പൊ നമ്മൾ മിഡ് അടയാളപ്പെടുത്തി കൊടുത്തു നിന്ന് ഒന്ന് ഇറക്കി ഒരു 1/2 ഇഞ്ച് ഇറക്കി വേണം നമ്മുടെ ഫ്രണ്ടിന്റെ കൈക്കുഴി നമ്മൾ കർവ് വരച്ചിടാൻ വേണ്ടിയിട്ട് കേട്ടോ. ആക്ച്വൽ ലെങ്ത്തിലേക്ക് വേണം, അതായത് ചെസ്റ്റിന്റെ ആക്ച്വൽ ലെങ്ത്തിലേക്ക് വേണം അത് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഈ മിഡിന്റെ അവിടെ നിന്ന് ഈ 1.5 ഇഞ്ചിൽ കണക്ട് ചെയ്ത് ആക്ച്വൽ ലെങ്ത്തിലേക്ക് വേണം ബാക്ക് എത്തിക്കാൻ. നമ്മുടെ ഷേപ്പ് ലെങ്ത് എത്രയാണെന്നൊക്കെ നമ്മൾ അളന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ നോട്ട് ചെയ്യുക. എനിക്കിവിടെ 14 ഷേപ്പ് റൗണ്ട് എത്രയാണ് അത് നോക്കി അതിനോട് കൂടി 2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ അതും മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മളത് കണക്ട് ചെയ്യുക. അതായത് ഷോൾഡറിന്റെ നമ്മുടെ ആം ഹോളിന്റെ പോയിന്റ് നമ്മൾ എൻഡിൽ കൊടുത്തില്ലേ 10 നമ്മൾ ഇവിടെ 9.5 കൊടുത്തു. ദെൻ നമ്മൾ അടിയിലേക്ക് ഒരൊറ്റ സ്ലോപ്പ് ആയിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ്. കാരണം നമ്മൾ കുറച്ച് സ്ലിറ്റ് ഒന്നും ഇല്ലല്ലോ, കുറച്ച് വിരിവോടെ അല്ലേ എടുക്കുന്നത്, ഒരു എലൈൻ പോലെയല്ലേ. അതിനുശേഷം ഞാൻ എൻ്റെ ബ്രസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 10.5 ബ്രസ്റ്റ് പോയിന്റ് വരുന്നത്. അപ്പൊ നമ്മൾ അത് നോട്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഈ കൈക്കുഴി, ഫ്രണ്ടിലത്തെ കൈക്കുഴിയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഫ്രണ്ടിലത്തെ കൈക്കുഴി നമ്മൾ അളന്നതിന് ശേഷം എത്രയാണോ കിട്ടുന്നത് അതിന്റെ മിഡ് നമ്മൾ നോട്ട് ചെയ്യുക. അത് എവിടെയാണ് വരുന്നത് അത് നോട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് അളന്നപ്പോൾ ഒരു 10 എൻ്റെ ഫ്രണ്ട് കൈക്കുഴി കിട്ടിയത്. അപ്പൊ അതിന്റെ മിഡ് വരുന്നത് ഏകദേശം ഒരു 5 അല്ലേ, 10ന്റെ പകുതി 5 അല്ലേ. അപ്പൊ നമ്മൾ 5 നോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു ഷേപ്പ് ഇങ്ങനെ താഴത്തേക്ക് പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട് വരച്ചിടണം. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. താഴത്തേക്ക് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അത് കണക്ട് ചെയ്ത് വരച്ചു കേട്ടോ. 4 മടക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം, മടക്കി വെച്ചിരിക്കുന്ന ഭാഗമൊക്കെ വിടിയിച്ചിട്ട് ആ ലൈനിലൂടെ നമ്മൾ ബാക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഫ്രണ്ട് കൈക്കുഴി നമ്മളിപ്പോൾ മാറ്റിയിട്ടില്ല കേട്ടോ. ബാക്കിലത്തെ കൈക്കുഴിക്ക് അനുസരിച്ച് വെട്ടിയതിന് ശേഷം ബാക്ക് പീസ് നമ്മളെടുത്ത് മാറ്റും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബാക്ക് ചെയ്തത്. ആ പീസ് നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മളിനി ഫ്രണ്ടിലത്തെ കൈക്കുഴി വെട്ടുന്നത്. ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ട് 4 മടക്കി വെട്ടിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക് വേറെ വെട്ടണം ഫ്രണ്ട് വേറെ വെട്ടണം, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനുശേഷം ബാക്കിലത്തെ നല്ല മെറ്റീരിയലും ബാക്കിൽ നമ്മൾ കട്ട് ചെയ്തതും കൂടി വെച്ചതിന് ശേഷം ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിലും നമ്മൾ സെയിം നല്ല മെറ്റീരിയൽ വെച്ച് കൈക്കുഴിയൊക്കെ മാറ്റി ഇതേപോലെ വെട്ടിയെടുക്കുക കേട്ടോ. അതിന് നമ്മുടെ നല്ല മെറ്റീരിയലിന്റെ ഷേപ്പ് ഒന്നും കൂടി കൂട്ടി കൊടുക്കുക കേട്ടോ. ഷേപ്പ് ലെങ്ത്തിന്റെ കുറച്ച് താഴെ സ്ലിറ്റിന്റെ അവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് 2 ആക്കി എടുക്കാം. ലൈനിങ് വേറെ, അതുപോലെ നല്ല മെറ്റീരിയൽ വേറെ ആയിട്ട് നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെട്ടിയെടുക്കാം കേട്ടോ. പ്രിൻസസ് കട്ടിനെ നമ്മൾ അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. നല്ല മെറ്റീരിയലിനോട് ഒരുമിച്ചിട്ടാണ് നമ്മൾ പ്രിൻസസ് കട്ട് വെട്ടിയെടുത്തത് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്ലീവ് നമ്മൾ കുറച്ച് പഫ് സ്ലീവ് ആണല്ലോ വെക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4.5 എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെഷർമെന്റ്സ് സ്ലീവിന്റെ വിഡ്ത്ത് എടുക്കുന്നത്, അതായത് മുകളിലത്തെ സ്ലീവ് വിഡ്ത്ത് എടുക്കുന്നത് നമ്മുടെ കൈക്കുഴി ഫ്രണ്ട് അളന്നപ്പോൾ 10 ആയിരുന്നു. 1 ഇഞ്ച് കുറച്ച് 9 നമ്മൾ നോട്ട് ചെയ്തത് കേട്ടോ. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 9 മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് എത്രയാണ് വേണ്ടത്, എനിക്കൊരു 9 കൂടുതൽ ഒരു 10 ഒക്കെ വേണമായിരുന്നു. അപ്പോൾ ഞാനൊരു 11 ശരിക്കും ലെങ്ത് കൊടുക്കാൻ പോകുന്നത്, എന്ന് വെച്ചാൽ മടക്കി അടിക്കാനുള്ള അളവ് കേട്ടോ. അതിനുശേഷം 3.5 മാർക്ക് ചെയ്ത്, അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഫില്ലേ, പഫ് ഇറങ്ങി വരുന്ന ഭാഗമാണ് 3.5. താഴത്തേക്ക് വരച്ചിരിക്കുന്ന 3.5 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലൈനിൽ നിന്ന് താഴത്തേക്ക് വരയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
9 ഇഞ്ചിന് മേലെയാണ് നമ്മൾ കൈ എടുക്കുന്നത് സ്ലീവ് എടുക്കുന്നതെന്നുണ്ടെങ്കിലേ ഒരു 35 to 40 വരെയുള്ളവർക്ക് 3.5 നമ്മൾ കൊടുക്കാറ്. അതാണ് ആ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് താഴെയുള്ളവർക്ക് 35ന് താഴെയുള്ളവർക്ക് 3, 40ക്ക് മേലുള്ളവർക്ക് 4 അങ്ങനെയാണ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 3.5 ജോയിൻ ചെയ്ത ഭാഗത്തേക്ക് നമ്മുടെ കർവ് വരച്ചതിന് ശേഷം ഇപ്പം നമ്മുടെ പഫിന്റെ ഭാഗം കൂടി കർവ് വരച്ചു കൊടുക്കാം. ഇതിന് എത്രയാണ് നമ്മൾ 10 ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, എൻ്റെ സ്ലീവ് ഇറക്കം എനിക്ക് 10 ആണ് വേണ്ടത്. സോ ഞാനൊരു 11 എടുത്തിട്ടുണ്ട് മടക്കി അടിക്കാനും കൂടി വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ താഴെയുള്ള സ്ലീവ് റൗണ്ട് എത്രയാണെന്ന് നമ്മൾ നോട്ട് ചെയ്യുക. ആ സ്ലീവ് റൗണ്ട് എത്രയാണോ എടുക്കുന്നത് അതിനോട് 1 ഇഞ്ച് കൂട്ടി തയ്യൽ തുമ്പ് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ അളന്നെടുത്ത ഭാഗമൊക്കെ ഒന്ന് നോച്ചിട്ട് കൊടുക്കുക. അതായത് എനിക്ക് ആ പഫിന്റെ അവിടെയുള്ള ഭാഗവും പിന്നെ നടുക്കും നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി എളുപ്പമാവാനാണ് പഫ് ഇടുമ്പോൾ കേട്ടോ. അതിനുശേഷം ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടി കൂട്ടി ചേർത്ത് അറ്റത്ത് വെച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തുടക്കക്കാർക്ക് ഒന്നും കൂടി എളുപ്പമാവും കേട്ടോ. അതായത് നമ്മൾ തുടക്കമാകുമ്പോൾ തെന്നി പോകില്ല തുണികളൊക്കെ, അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ബാക്കിൽ ഞാൻ സെയിം ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ നല്ല മെറ്റീരിയലിൽ ലൈനിങ്ങും മറച്ചിട്ട് അടിക്കാറില്ല, സ്റ്റിഫ് വെച്ചിട്ട് ഇതുപോലെയാണ് ഞാൻ ബാക്കും ഫ്രണ്ടും ഒക്കെ കൊടുക്കാറ്. എളുപ്പപ്പണിക്ക് മുന്നേ ഞാൻ ചെയ്തിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സ്റ്റിഫിൽ ചെയ്യുന്ന പെർഫെക്ഷൻ കഴുത്തിന് നമുക്ക് ലൈനിങ് അതുകൂടി മറച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടില്ല. അതുകൊണ്ടാണ് സ്റ്റിഫിൽ ഞാൻ ചെയ്തത് കേട്ടോ. പിന്നെ നമ്മളവിടെ നോച്ചിട്ട് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇവിടെ നോച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലും നടുക്കൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടിന്റെയും നടുക്ക് മനസ്സിലായിട്ട് നേരെ അടിച്ചു കൊടുത്തതിന് ശേഷം ഇത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ നേരെ അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ സ്റ്റിഫിന് സൈഡിലൂടെ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകുന്ന ഇഷ്യൂസ് ഉണ്ടാവില്ല. തുടക്കക്കാർക്ക് അത് വളരെ എളുപ്പമാണ് കേട്ടോ. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ഞാനൊരു തുടക്കക്കാരിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പെർഫെക്ഷൻ ആയിട്ട് ചെയ്തു തുടങ്ങിയത്. ചെയ്തതിന് ശേഷം ഇതേപോലെ വെട്ടുകളൊക്കെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ മറച്ചു വെച്ചിട്ട് അവിടെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മറിച്ചിട്ട് ഹെമ്മിങ് ചെയ്യാം. അതാണ് ഏറ്റവും വൃത്തിയായിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ബാക്കിൽ നമ്മൾ ലൈനിങ് ഒക്കെ വെച്ചടിച്ചതിന് ശേഷം ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ പഫൊക്കെ വെച്ചിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പഫ് ഒരു അറേഞ്ച് വിട്ട് നമ്മളിങ്ങനെ അടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അടിച്ചെടുത്ത ഭാഗം നല്ല മെറ്റീരിയൽ അതായത് നമ്മുടെ ചുരിദാറിന്റെ നല്ല മെറ്റീരിയലും ഈ സ്ലീവിന്റെ നല്ല മെറ്റീരിയലും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ നടുക്കുന്ന് നമ്മുടെ സെന്റർ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ ആദ്യം കൈ അടിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കും കൊടുക്കാം. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 അടിപ്പ് വേണം നമ്മളുടെ കൈയിന്റെ അവിടെ സ്ലീവിന്റെ അവിടെ നമ്മൾ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ആം ഹോളിന്റെ അവിടെ. അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, പെട്ടെന്ന് വിട്ടുപോകുമില്ല. ഇനി ടക്ക് ജോയിൻ ചെയ്യുന്നത് 4 ഇഞ്ച് വിട്ട് നമ്മുടെ ഷേപ്പ് ലെങ്ത് നിന്ന് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് 4 ഇഞ്ച് വിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം മുകളിലേക്കും താഴേക്കും ഒരു 5 ഇഞ്ച് വീതം കൊടുക്കുക. ടോട്ടൽ ഒരു 10. അതിനുശേഷം നമ്മൾക്ക് എത്രയാണോ ടക്ക് പിടിക്കേണ്ടത്, ഒരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ചൊക്കെ പിടിക്കാറുണ്ട്. ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. പിന്നെ ആ പിടിച്ചിരിക്കുന്ന അതേ ഭാഗത്ത് കൂടെ നമുക്ക് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടക്കും കിട്ടും. ഒരു ബാക്കിലൊരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ. സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സിന്റെ അതിന് പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിനായിരിക്കും കുറച്ചും കൂടി അത് ആപ്റ്റ് ആയിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രിൻസസ് കട്ട് ഫ്രോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.